ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യൻ ഓയിൽ ഗ്യാസ് ഉപയോഗിക്കുന്നവർക്ക് സ്വന്തമായി വീട്ടിലിരുന്ന് KYC അല്ലെങ്കിൽ മസ്റ്ററിങ് എങ്ങനെ ചെയ്യാമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് രണ്ട് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം. ആദ്യം ഡൗൺലോഡ് ചെയ്യേണ്ട ആപ്ലിക്കേഷൻ ഇന്ത്യൻ ഓയിൽ 1 എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനാണ്. അതുപോലെ നമ്മുടെ ഫേസ് ID ഡിറ്റക്ട് ചെയ്യാനായിട്ട് ഒരു ആപ്ലിക്കേഷനും കൂടി ഡൗൺലോഡ് ചെയ്യണം. അത് ഞാൻ കാണിച്ചു തരാം. അതോടൊപ്പം തന്നെ ആധാറിൽ നമ്മുടെ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ ആയിരിക്കണം. ആ മൊബൈൽ നമ്പർ തന്നെ ആയിരിക്കണം നമ്മുടെ ഇന്ത്യൻ ഓയിലിൽ കൊടുത്തിട്ടുള്ള ഫോൺ നമ്പർ. ആ ഒരു ഫോൺ നമ്പർ ഉള്ള ഫോൺ കൈവശം വെക്കുക. അതുപോലെ തന്നെ ഇന്ത്യൻ ഓയിലിൻ്റെ ആ ഒരു പാസ്ബുക്ക്, നമ്മുടെ സിലിണ്ടർ വാങ്ങുന്നത് എടുക്കുന്നതുമായി രേഖപ്പെടുത്തുന്ന ആ ഒരു പാസ്ബുക്ക് കൂടെ കൈവശം വെക്കുക. ഇത്തരം കാര്യങ്ങൾ നമുക്ക് ആവശ്യമാണ്. അതിൽ നമ്പർ എടുക്കാനുണ്ട്, അതുപോലെ തന്നെ OTP എടുക്കാനുണ്ട്. അതിനാണ് ഫോൺ. അതുപോലെ തന്നെ നമ്മുടെ ആധാറും മൊബൈൽ നമ്പറും ലിങ്ക് ആയിരിക്കണം. ഈ മൊബൈൽ നമ്പർ തന്നെ ആയിരിക്കണം നമ്മുടെ ഇന്ത്യൻ ഓയിലും കൊടുത്തിട്ടുള്ളത്. എങ്കിൽ മാത്രമേ KYC നമുക്ക് ഫോൺ വെച്ച് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം ഭാരത് ഗ്യാസിന് HPക്കും വേറെ മെത്തേഡിലാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇന്ത്യൻ ഓയിലിനെയാണ് കാണിക്കുന്നത്. ഇതേ രീതിയിൽ നോക്കി ചെയ്ത് നിങ്ങൾക്ക് ഈസിയായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പം ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. രണ്ടാമത് ഡൗൺലോഡ് ചെയ്യേണ്ട ആപ്ലിക്കേഷൻ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അടുത്തതായി ഡൗൺലോഡ് ചെയ്യേണ്ട ആപ്ലിക്കേഷൻ ആധാർ ഫേസ് RD എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ മതി പ്ലേ സ്റ്റോറിൽ. അപ്പോൾ ആധാറിൽ ലിങ്ക് ചെയ്ത് നമ്മുടെ ആ ഒരു ഫേസ് വെച്ചിട്ട് ഡിറ്റക്ട് ചെയ്തിട്ട് KYC ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നത്. അപ്പം ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു സൈറ്റ് പിന്നെയും എറർ ആവാൻ ചാൻസ് ഉണ്ട്. ഇതാണ് ഈ ഒരു ആധാർ ഫേസ് RD എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. ഇതാണ് ഈ ഒരു ലോഗോ നോക്കിയിട്ട് നിങ്ങൾ ഇതൊരു ഡൗൺലോഡ് ചെയ്യുക. ഇത് ഡൗൺലോഡ് ഈ ഒരു രണ്ട് ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. അങ്ങനെ ഞാനിവിടെ രണ്ട് ആപ്ലിക്കേഷനും ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. വീണ്ടും നിങ്ങൾ ഇന്ത്യൻ ഓയിൽ 1ൻ്റെ ആദ്യം ഡൗൺലോഡ് ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഇതിൻ്റെ ഇൻ്റർഫേസ്. നമുക്ക് ലോഗിൻ ചെയ്യാനുള്ള ഒരു പേജ് ആയിരിക്കും വരുന്നത്. ഇതിന് കുറച്ച് പെർമിഷൻസ് ഒക്കെ ചോദിക്കും. എല്ലാം അലോ ചെയ്ത് കൊടുക്കുക. നമുക്ക് എല്ലാം ആവശ്യമുണ്ട്. ഇതിനകത്തിൽ ഇങ്ങനെ വരുന്ന ഒരു ഇതിൽ പോപ്പപ്പിൽ ഇതൊരു ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല. ഇത് ക്ലോസ് ചെയ്ത് കൊടുക്കുക. രണ്ടാമത്തെ ഓപ്ഷൻ ഇവിടെ നോ മോറും ഉണ്ട്, അതുപോലെ തന്നെ ക്ലോസും ഉണ്ട്. ഇത് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്യുമ്പോൾ വരുന്ന ഹോം പേജിൽ ലെഫ്റ്റ് സൈഡിലെ 3 വരയിൽ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ ലോഗിൻ സൈനപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കിവിടെ യൂസർ നെയിം പാസ്വേഡ് അടിച്ച് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ കാണും. മിക്ക ആൾക്കാർക്കും ഇതിനകത്ത് അക്കൗണ്ട് കാണില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടെ താഴെ രജിസ്റ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ പേര്, അതുപോലെ തന്നെ മൊബൈൽ നമ്പർ, ഇമെയിൽ ID ഒക്കെ അടിച്ചിട്ട് നിങ്ങൾ ഇതിനകത്ത് രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത് ആധാറിൽ, അതായത് ആധാർ ലിങ്ക്ഡ് മൊബൈൽ നമ്പറും അതുപോലെ ഇന്ത്യൻ ഓയിൽ കൊടുത്ത ഫോൺ നമ്പർ സെയിം ആയിരിക്കണം. എങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇന്ത്യൻ ഓയിൽ കൊടുത്തിട്ടുള്ള ഫോൺ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ ഇമെയിൽ ID ടൈപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം എല്ലാം ടൈപ്പ് ചെയ്യുക. ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിമും ടൈപ്പ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഒറ്റ പേരായിട്ട് ഉള്ളത്. ഇപ്പം മനോജ് എന്ന് പറഞ്ഞ ഒറ്റ പേരേ ഉള്ളതെങ്കിൽ മനോജ് മാത്രം ടൈപ്പ് ചെയ്താൽ മതിയാവും. മനോജിൻ്റെ കൂടെ എൻഷിലുണ്ടെങ്കിൽ ആ മനോജ് മേളിൽ ടൈപ്പ് ചെയ്തിട്ട് സെക്കൻഡ് നെയിമിൻ്റെ അവിടെ എൻഷിലുണ്ടെങ്കിൽ ഇവിടെ KM എന്നാണെങ്കിൽ K സ്പേസ് M എന്നുള്ളത് ടൈപ്പ് ചെയ്യുക. അങ്ങനെ ആ ഒരു രീതിയിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ശേഷം ആ ഒരു I agree എന്ന് പറഞ്ഞ ആ ഒരു ടിക്ക് മാർക്ക് എനേബിൾ ചെയ്തിട്ട് താഴെ രജിസ്റ്റർ എന്ന് പറഞ്ഞ ഓപ്ഷന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് വരുന്നത്. അല്ല, നിങ്ങളുടെ ഫോണിലേക്ക് ഒരു OTP വരും. OTP അടിക്കണം. OTP അടിച്ച ശേഷം താഴെ പാസ്വേഡ് അടിക്കാനുള്ള ഓപ്ഷൻ വരും. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഇപ്പോൾ ഓൾറെഡി ഒരു OTP വന്നിട്ടുണ്ടാവും. എനിക്കിപ്പോൾ OTP വന്നിട്ടുണ്ടാവും. OTP ഇവിടെ മുകളിൽ അടിക്കുന്നു. ശേഷം പാസ്വേഡ് അടിക്കുന്നു. പാസ്വേഡ് അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പം മനോജ്, ഇപ്പോൾ എക്സാമ്പിൾ മനോജ് തന്നെ എടുത്താലും മനോജിൻ്റെ M ക്യാപിറ്റൽ ലെറ്റർ അടിക്കുക. പിന്നെ വരുന്നത് A, ബാക്കിയുള്ളത് MANOJ എന്നുള്ളത്, ബാക്കിയുള്ളത് M ക്യാപിറ്റൽ ലെറ്റർ അടിച്ചിട്ട് ബാക്കി സ്മോൾ ലെറ്റർ അടിക്കുക. അറ്റ് കൊടുത്തിട്ട് 1 2 3 999 അങ്ങനെ എന്തെങ്കിലും കൊടുക്കുക. അപ്പോൾ അങ്ങനെ വേണം പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. ക്യാപിറ്റൽ ലെറ്റർ സ്മോൾ ലെറ്ററും വേണം, അറ്റ് ഹാഷ് അങ്ങനെയുള്ള സിമ്പിൾ വേണം, പിന്നെ നമ്പരും വേണം. ഇത്തരത്തിൽ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ കൊടുക്കുക. അങ്ങനെ ഓക്കെ കൊടുക്കുമ്പോൾ ഇവിടെ രജിസ്റ്ററിങ് യൂസർ എന്ന് പറഞ്ഞ് വരുന്നതായിരിക്കും. അപ്പം നമ്മുടെ അക്കൗണ്ട് അവിടെ ക്രിയേറ്റ് ആയി വരുന്നതായിരിക്കും. പിന്നെ യൂസർ ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ് വന്നിട്ട് നമ്മുടെ ആ ഒരു ഹോം പേജിലേക്ക് തന്നെ പോകും. ഹോം പേജ് അല്ല, നമ്മുടെ യൂസർ നെയിം പാസ്വേഡ് അടിച്ച് ലോഗിൻ ചെയ്യുന്ന പേജിലേക്ക് തന്നെ പോകും. ഇവിടെ നമ്മുടെ ഇപ്പോൾ കൊടുത്ത ഫോൺ നമ്പരും നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡ് അടിച്ച് ഇവിടെ ലോഗിൻ നൗ കൊടുത്താൽ അതിലേക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ ലോഗിൻ ചെയ്ത ശേഷം ബാക്കി ഞാൻ കാണിച്ചു തരാം. ലോഗിൻ ചെയ്ത് വരുന്ന ഈ ഒരു പേജിൽ വീണ്ടും ആ ഒരു 3 വരയിൽ തന്നെ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് ഇവിടെ താഴെയായിട്ട് മൈ പ്രൊഫൈൽ ഉണ്ട്, അതൊന്ന് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ പേരും ഫോൺ നമ്പറും മെയിൽ ID ഒക്കെ ഇവിടെ വരുന്നതായിരിക്കും. ഇവിടെ ലിങ്ക് നൗ എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷനാണ് ഇവിടെ സെലക്ട് ചെയ്യേണ്ടത്. നമുക്ക് ലിങ്ക് നൗ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടെ സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളുടെ എൻ്റർ യുവർ 16 ഡിജിറ്റ് LPG ID, ഈ LPG ID നമ്മളുടെ ആ ഒരു ഇന്ത്യൻ ഓയിലിൻ്റെ പാസ്ബുക്കിൽ, നമുക്ക് അവിടെ നിന്ന് വരുന്ന ആ ഒരു പാസ്ബുക്കിൽ കാണും. ആ പാസ്ബുക്കിൽ നോക്കിയിട്ട് 3ൽ സ്റ്റാർട്ട് ചെയ്യുന്ന 3 ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട്. ആ 3ൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു 16 അക്ക LPG ID ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് താഴെ സബ്മിറ്റ് കൊടുക്കുക. LPG ID ടൈപ്പ് ചെയ്തിട്ട് സബ്മിറ്റ് കൊടുത്താൽ നമ്മുടെ ഗ്യാസ് ഏജൻസിയുടെ പേര്, നമ്മളുടെ പേരും നമ്മളുടെ ആ ഒരു മൊബൈൽ നമ്പറിൻ്റെ ലാസ്റ്റത്തെ അക്കവും
എല്ലാം ഇവിടെ വരുന്നതായിരിക്കും. അപ്പം നമ്മുടെ ഗ്യാസ് ഏജൻസിയുടെ പേര് വരുമ്പോൾ തന്നെ നമുക്കറിയാം അത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ യെസ് ഇറ്റ് ഈസ് കറക്റ്റ് എന്ന് പറഞ്ഞ് രണ്ടാമത്തെ വലസൈഡിലെ ഓപ്ഷന് സെലക്ട് ചെയ്ത് കൊടുക്കുക. യെസ് ഇറ്റ്സ് കറക്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഓപ്ഷനുണ്ട്, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് വീണ്ടും നമ്മുടെ ഫോണിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. ആ ഒരു OTP നമ്മുടെ ഫോണിൽ എടുത്തിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എൻ്റർ OTP എന്ന് പറഞ്ഞ ഒരു ഇത് വരും. ഇത് കൊടുത്തിട്ട് OTP ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ ഡൺ കൊടുക്കുക. OTP ടൈപ്പ് ചെയ്ത് ഡൺ കൊടുത്താൽ ലിങ്കിങ് യുവർ പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ട് കൺഫേംഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വരുന്നതായിരിക്കും. ഇവിടെ റീലോഗിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ താഴെ വരും, അതാണ് വീണ്ടും കൊടുക്കേണ്ടത്. ഇവിടെ നമ്മുടെ ആ ഒരു നമ്മുടെ IDയും നമ്മുടെ ഏജൻസി എല്ലാം നമ്മുടെ OTP എല്ലാം അടിച്ച് വെരിഫൈ ആയതാണ്. ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല. താഴെ വീണ്ടും റീലോഗിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതാണ് ഇവിടെ സെലക്ട് ചെയ്യേണ്ടത്. വീണ്ടും ആ താഴത്തെ റീലോഗിൻ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അങ്ങനെ റീലോഗിൻ ഓപ്ഷൻ സെലക്ട് ചെയ്താൽ വീണ്ടും ഇതിൻ്റെ ഹോം പേജിൽ പോയിട്ട് വീണ്ടും ആ ഒരു 3 വരയിൽ ഇടത്ത് സൈഡിലെ 3 വരയിൽ സെലക്ട് ചെയ്താൽ ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. വീണ്ടും നമ്മൾ ആദ്യം തൊട്ട് ഒന്നുകൂടെ ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്യാനായിട്ട് നമ്മുടെ ഫോൺ നമ്പർ ഓൾറെഡി ഇവിടെ വരും. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു പാസ്വേഡും കൂടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് ലോഗിൻ നൗ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്താൽ വീണ്ടും ഇതിലേക്ക് ലോഗിൻ ചെയ്യണം. ഒരു സെക്യൂരിറ്റി റീസണിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ വീണ്ടും ലോഗിൻ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ലോഗിൻ നൗ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഇതിലേക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ലോഗിൻ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയായിട്ട് വീണ്ടും ആ ഒരു 3 വരയിൽ തന്നെ വീണ്ടും സെലക്ട് ചെയ്യണം. എന്നിട്ട് ഇവിടെ മൈ പ്രൊഫൈൽ എന്ന് പറയുന്നത് വീണ്ടും സെലക്ട് ചെയ്യും. അപ്പോൾ നമ്മളുടെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ വരുന്നതായിരിക്കും. നമ്മുടെ LPG ID, അതുപോലെ തന്നെ നമ്മുടെ KYC സ്റ്റാറ്റസ്. ഇപ്പോൾ KYC സ്റ്റാറ്റസ് ഇവിടെ കിടക്കുന്നത് ടിക്ക് മാർക്കാണ്. അത് നേരത്തെ ചെയ്തതിൻ്റെ ടിക്ക് മാർക്ക് എനേബിളായി കിടക്കുകയാണ്. നമുക്കിവിടെ താഴെയായിട്ട് KYC എന്ന് കാണാം, അത് സെലക്ട് ചെയ്താണ് നമുക്ക് KYC വീണ്ടും ചെയ്യേണ്ടത്. ഇവിടെ താഴെയായിട്ട് കൺസ്യൂമർ ഡീറ്റെയിൽസിൻ്റെ അവിടെ നമുക്ക് നമ്മുടെ പേര് അത് ആക്റ്റീവ് ആണോ അതോ ക്ലോസ് ആണോ എന്നുള്ളത് കാണാൻ സാധിക്കും. നമ്മളിവിടെ ആക്റ്റീവായി തന്നെയാണ് കിടക്കുന്നത്. അത് നമുക്കിനിയും ചെയ്യേണ്ടത് നമുക്ക് മേളത്തെ ഈ കാണുന്ന KYC എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ടാണ് നമുക്കിനിയും വീണ്ടും KYC മസ്റ്ററിങ് ചെയ്യേണ്ടത്. അപ്പം ഇതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഈ KYC സെലക്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. ഇവിടെ ടിക്ക് മാർക്ക് എനേബിൾ ചെയ്ത് കൊടുത്തിട്ട് ഫേസ് സ്കാൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ താഴത്തെ സെലക്ട് ചെയ്യുക. ഇങ്ങനെ സെലക്ട് ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ ആദ്യം ആധാർ ഫേസ് RD എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചത്. അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് പോയി ഡൗൺലോഡ് ചെയ്താലും മതിയാവും. അപ്പം നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ വളരെ എളുപ്പമാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ചത്. ഇപ്പോൾ താഴത്തെ ഇങ്ങനെ വരുന്ന ഓപ്ഷനിൽ ഇവിടെ ടിക്ക് മാർക്ക് എനേബിൾ ചെയ്തിട്ട് താഴെ ഫേസ് സ്കാൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടുന്ന് ഇവിടെ താഴെയായിട്ട് ഫേസ് സ്കാൻ സെലക്ട് ചെയ്യുക. ശേഷം വരുന്ന പെർമിഷൻ എനേബിൾ ചെയ്ത് കൊടുക്കുക. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ജസ്റ്റ് ഒരു സെക്കൻഡ് കൊണ്ട് ലോഡായി തന്നെ വരും. പിന്നെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഒരു ആപ്ലിക്കേഷൻ ഓണായി വരും. അവിടെ കാണിക്കും നമ്മുടെ ഫേസ് സ്കാൻ ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എഴുതി കാണിക്കും. താഴെയായിട്ട് ഐ ആം എഗ്രി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് ടിക്ക് മാർക്ക് എനേബിൾ ചെയ്ത് കൊടുത്തിട്ട് പ്രൊസീഡും കൊടുത്ത് മുന്നോട്ട് പോവുക. മുന്നോട്ട് പോകുമ്പോൾ തന്നെ നമ്മുടെ ക്യാമറ ഓപ്പൺ ആയി വരും. ഫ്രണ്ട് ക്യാമറ വെച്ചിട്ട് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ബാക്ക് ക്യാമറ വെച്ചിട്ടാണെങ്കിൽ ബാക്ക് ക്യാമറ ഓപ്പൺ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഫ്രണ്ടിലായിട്ട് ആൾ നിർത്തിയിട്ട് അത് ഒരു ഗ്രീൻ കളറിലാവുമ്പം തന്നെ ഇത് ആധാറിൻ്റെ KYC നമുക്ക് ഇതിനകത്തിൽ ഫോട്ടോ നമുക്ക് ലോഡായി വരുന്നതാണ്. ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത ആളുടെ ഫോട്ടോ ഇവിടെ ലിങ്ക് ചെയ്ത് റീഡായി ആ ഒരു ഗ്രീൻ കളർ എനേബിളായിട്ട് ഇവിടെ വരുന്നതാണ്. ഇത്തരത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രയേ ഉള്ളൂ. എല്ലാം ഇവിടുന്ന് ഒന്ന് കറക്റ്റാണെന്നുള്ളത് വായിച്ച് നോക്കുക, പേരും കാര്യങ്ങളും എല്ലാം. ശേഷം നമുക്കിവിടെ താഴെയായിട്ട് സബ്മിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ KYC സബ്മിറ്റ് ആവുന്നതായിരിക്കും. കൺഫർമേഷൻ കണ്ടോ, KYC സബ്മിറ്റഡ് സക്സസ്ഫുള്ളി. ഇത്രയേ ഉള്ളൂ. ഇതേ സമയം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു ടെക്സ്റ്റ് മെസ്സേജ് വന്നിട്ടുണ്ടാവും, അത് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഈ ഒരു സ്ക്രീനിൽ ഇങ്ങനെ കൺഫേംഡ് സക്സസ്ഫുൾ എന്ന് പറഞ്ഞ് വന്നപ്പോൾ തന്നെ എനിക്ക് ടെക്സ്റ്റ് മെസ്സേജ് വന്നു. ഡിയർ കസ്റ്റമർ, യുവർ KYC റിക്വസ്റ്റ് അഗൈൻസ്റ്റ് ഒരു റെഫറൻസ് നമ്പറും കാണും, ഹാസ് ബീൻ അപ്രൂവ്ഡ് ഇന്ത്യൻ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ KYC അവിടെ അപ്രൂവ്ഡ് ആയിട്ടുണ്ട്. ഈസി ആയിട്ട് നമ്മുടെ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ സാധിക്കും. ഇത് ഇന്ത്യൻ ഓയിലിൻ്റെയാണ് ഞാൻ കാണിച്ചത്. അപ്പം നമ്മൾ ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മുടെ ആധാർ ലിങ്ക്ഡ് ഫോൺ നമ്പർ തന്നെ ആയിരിക്കണം ഇന്ത്യൻ ഓയിൽ കൊടുത്തിട്ടുള്ളത്, എങ്കിൽ മാത്രമേ ആ ഒരു ഫേസ് IDയും നമ്മുടെ ആധാർ ലിങ്ക്ഡ് വെച്ചിട്ടാണ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആധാർ ലിങ്ക്ഡ് മൊബൈൽ നമ്പർ തന്നെ ആയിരിക്കണം നമ്മുടെ ഈ ഒരു ഇന്ത്യൻ ഓയിലും കൊടുത്തിട്ടുള്ളത്. ഇല്ലെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഓയിൽ ചേഞ്ച് ചെയ്ത ശേഷം നമ്പർ മാറ്റിയ ശേഷം വീണ്ടും ഇത് വന്ന് ചെയ്യാനായിട്ട് സാധിക്കും. ഇത്തരത്തിൽ എപ്പോഴും നമ്മുടെ ആധാർ ലിങ്ക്ഡ് ഫോൺ നമ്പർ ഇത്തരത്തിൽ കൊടുക്കുന്നതായിരിക്കും സൗകര്യം. അപ്പം ആധാർ ലിങ്ക്ഡ് ഫോൺ നമ്പർ കയ്യിലുണ്ടായിരിക്കണം, നമ്മുടെ ആ ഒരു പാസ്ബുക്കും കയ്യിലുണ്ടായിരിക്കണം. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. വളരെ സിമ്പിളായിട്ട് ഞാൻ അതിനകത്ത് എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. KYC ചെയ്യാത്ത നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഇന്ത്യൻ ഓയിൽ യൂസ് ചെയ്യുന്ന നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മാക്സിമം ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും KYC വീട്ടിലിരുന്ന് തന്നെ ചെയ്യട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.